ഹലോ. അപ്പം ഇന്ന് ഞങ്ങൾ പോയത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുന്നു, അതിനകത്ത് ഇടയ്ക്ക് ചെറിയ വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ വെറുതെ നടക്കണ ഒരു സ്ഥലമാണല്ലോ എന്നും പറഞ്ഞ് നമ്മളങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷേ നടന്ന് അങ്ങോട്ട് ചെല്ലും തോറും ഒയ്യോ സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ നടക്കാൻ 3-3.5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു. പക്ഷെ അത്രയും കിലോമീറ്റർ നടന്നൊന്നോ വയ്യാണ്ടാവുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര അങ്ങോട്ട് അവശതയിൽ തളർന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുഹ പോലെയുണ്ട്. അപ്പോൾ അതെന്താ സംഭവം നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് കേട്ടോ. കണ്ടോ, ചെറിയൊരു ഗുഹ പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, കിടക്കാനും പിടിക്കാനും പറ്റില്ല. പക്ഷെ നമുക്കിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ കാണാം ചെറിയ ഗുഹയുടെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ ചെറിയൊരു ഗുഹ പോലെ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാനും ഇതുമില്ല. അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഗുഹ അതങ്ങനെ ഫീലിംഗ്. കാരണം ഫുള്ള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പാറകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാറകൾ കെട്ടിയും പിന്നെ ആ സൈഡിൽ കൂടെ എന്താ പറയുക ചെറിയൊരു അരുവി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ ആയിട്ട് കണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെയൊക്കെ കയറാൻ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞങ്ങൾ പറയുന്നു അതേ ഗുണ കേവ്, ജർമ്മനിയിലും ഗുണ കേവ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിങ്ങനെ ഞങ്ങൾ നടക്കായിരുന്നിട്ട് അതേപോലത്തെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയായിട്ട് എന്തുകൊണ്ട് നല്ല സൂപ്പർ പ്ലേസ് ആയിരുന്നു. ശരിക്കും ഒരു സീക്രട്ട് പ്ലേസ് എന്ന് പറയണ പോലെയാണ് ഇത്. നമ്മൾ ഇത്രയും ഇത് എക്സ്പ്ലോർ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കാതെ ചെന്ന് ഫുൾ ഇങ്ങനെ ഓരോരോ പാറകളും അതിൻ്റെ ഇടയിലുള്ളതും പിന്നെ ഇനി കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാറകളുടെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അപ്പോൾ അടിയിൽ ഫുള്ള് ഇങ്ങനെ വെള്ളം വന്ന സൗണ്ട്, മുകളിൽ കൂടെ വെള്ളം വന്ന സൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. കണ്ട ഫുള്ള് ഇങ്ങനെ ഇടയിൽ കൂടെ. അപ്പോൾ ഇവർക്കാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു ഈ മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ കൂടെ കയറണം, മൗണ്ടെയ്ൻസിൻ്റെ ഉള്ളിൽ പോകണം, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇത് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അവരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത്. നമ്മൾ സാധാരണ ജർമ്മനിയിൽ ഒരു 60-65% ഫുള്ള് ഇങ്ങനെ കാട് പോലത്തെ ഇങ്ങനെ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു നോർമൽ വഴിയായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർക്കും. പക്ഷേ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർക്ക് ഇങ്ങനെ ഓരോന്നും കയറി നടക്കാൻ. ഞങ്ങൾ വിചാരിച്ചു ഇവർ ആവശ്യമായിട്ട് നമ്മൾ മിക്കവാറും പകുതി ഒഴിച്ച് തിരിച്ചു വരേണ്ട വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇവരാണെങ്കിലും അത്ര, പിള്ളേരാണെങ്കിലും അത്ര ആവശ്യതയില്ല, നമ്മളാണെങ്കിലും അങ്ങോട്ട് ആവശ്യതയാവണില്ലായിരുന്നു കേട്ടോ. എന്നാൽ വലിയ ചൂടുമില്ല വലിയ തണുപ്പില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്നതും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ 2 പാറയുടെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് പോകാനുള്ള സ്പേസ് ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്നേ അപ്പോഴും ഒതുങ്ങി നിൽക്കണം, എന്നിട്ട് അവിടെ നിന്ന് വരാനുള്ളത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരാൾക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്രില്ല് പോലിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ആണെങ്കിൽ ഫുള്ള് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. കണ്ട ഒരാൾക്കേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആൾക്കാർ വരുമ്പോഴേക്കും പിള്ളേരെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും ടൈമൊന്നും നോക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. നമുക്ക് മുകളിൽ നിന്ന് വെയിലും കൂടെ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വീഡിയോ ഒക്കെ എടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കല്ലേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ പാസ് ചെയ്യാൻ നോക്കി, നമ്മളാണെങ്കിലും മറ്റൊരു വന്നു നോക്കി, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതിലാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ പിന്നെയും കുറച്ചും കൂടി സ്പേസ് ഉണ്ട് കേട്ടോ. നേരത്തെ വന്ന സ്ഥലത്തൊക്കെ നമുക്ക് കറക്റ്റ് ഒരാൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെയാണെങ്കിൽ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേത്ത് വെള്ളം വീഴും എല്ലാം കൂടിയിട്ട് എന്തായാലും ഒരു പ്രത്യേക വേറൊരു വൈബായിരുന്നു പറയാനുണ്ടായിട്ട്. പിള്ളേരെ കണ്ടില്ലേ
ഒക്കെ ഓടി നടക്കണം. കാരണം അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അടിക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം പോകണം, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ. അവിടെ വന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്കാണെങ്കിലും ഏത് വീഡിയോ എടുക്കണം, ഏത് ഫോട്ടോ എടുക്കണം, അങ്ങനത്തെ കൺഫ്യൂഷനായി പോവേണ്ടിട്ട്. കാരണം അത്രയും ഭംഗിയാണ്. നല്ല എന്താ നേച്ചർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ല, അതേപോലത്തെ നല്ല സൂപ്പർ ഇതാണ്. കണ്ട ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഞ്ചസ്റ്റായി പോവുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇവരൊക്കെ വലിയ ട്രക്കിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന രീതിയിലാണ് ഇവർ ഫുൾ സെറ്റപ്പിലാണ് ജർമ്മൻസ് വന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു, അങ്ങനെ ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഭയങ്കര സെറ്റപ്പില്ല. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവർ 2-3 ഡോഗുകളെയും സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകെ ഇതാണ് കണ്ട എല്ലാവരും ഇങ്ങനെ ബ്ലോക്കായി പോയിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകണ വഴിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട് ഈ രണ്ട് പാറയുടെ ഇടയിൽ ഇങ്ങനെ സ്ഥലങ്ങളുള്ളത് കേട്ടോ. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഹെവി അല്ല, ഇങ്ങനെ കുഞ്ഞു അരുവികളും അല്ല, അതെല്ലാം അവിടുത്തെ ഇങ്ങനെ കാണാം കേട്ടോ. ഇങ്ങനെ കുഞ്ഞു അരുവികളും അല്ല, അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും ചെറുത് കുറച്ച് ഔഷധം കിട്ടാം. പിന്നെ ചെറുതിനെ എടുക്കേണ്ടതൊക്കെ വന്നു. മൂത്ത ആൾക്ക് അതൊന്നും വിഷയമില്ല, ആളിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നടന്നു. ചെറുതിന് ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആൾ കുറച്ച് ഔഷധി. അപ്പോൾ ആളെന്തെങ്കിലും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതേപോലത്തെ ഇങ്ങനെ ഇടയിൽക്കൂടെ ഇങ്ങനെ വഴിക്കൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ പറയണം. നമ്മൾ എന്താ പറയുക, ഓരോ സ്ഥലങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ അറിയണത് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പോയതല്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോട്ടിൽ പോയപ്പോൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതേ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും സൂപ്പർ സ്ഥലം. ഒരു പ്രാവശ്യം നമ്മൾ പോകണം എന്തായാലും മസ്റ്റ്. അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഹലോ, ഒന്നും പറയാനില്ല. പൊളി സ്ഥലം എന്ന് വെച്ചാൽ പൊളി സ്ഥലം, കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് നോക്കാം, എല്ലാവരും നടക്കുന്നുണ്ട്, ഇതിൽ കൂടെ നടക്കാമെന്നുള്ള ഇതും കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും പറയാനില്ല, ഇതിൻ്റെ തന്നെ മോളിക്കൂടെ നമുക്ക് വഴിയുണ്ട്. അപ്പോൾ അതെ പിള്ളേരും ജയ്മോനൊക്കെ അതിൽ കൂടെ നടക്കാൻ പോയിക്കണം. അതാണ് ഞാൻ നോക്കിയത്. ഒന്നും പറയാനില്ലാത്ത പൊളി സ്ഥലം എന്ന് വെച്ചാൽ പൊളി സ്ഥലമാണ്. എന്താ പറയുക, നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതുണ്ടെന്നൊന്നും നമ്മൾ വിചാരിക്കില്ല കേട്ടോ. പക്ഷെ നല്ല കിടിലൻ സൂപ്പർ സ്ഥലം, നല്ല മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിൻ്റെ മോളിക്കൂടെ നടക്കുന്നുണ്ട്. മോളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതിൻ്റെ മോളിക്കൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകട്ടോ. എന്നെക്കൊണ്ട് പറ്റണില്ല, ആവശ്യതയെ. അപ്പം ഞാനതിന് പാരലായിട്ട് തന്നെ താഴത്തേക്കൂടെ വഴിയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ താഴത്തേക്കൂടെ എടുക്കുന്നു. അവർ കുറച്ച് മോളിക്കൂടെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. പിള്ളേർക്ക് എല്ലാത്തിൻ്റെ മുകളിലേക്ക് കയറണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരങ്ങ് നടക്കുകയാണ്. പക്ഷെ ഇതൊന്നും പറയാനില്ല, നല്ല പൊളി സ്ഥലം ഉണ്ടാവും, സൂപ്പർ സ്ഥലമാണ്. ഇതൊക്കെ എന്താ പറയുക, ഒരു ഹിഡൻ സീക്രട്ട് പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഉള്ളിലായിട്ട് ഇങ്ങനെ കിടക്കണ ഒരു സീക്രട്ട് പ്ലേസ് ആയിരുന്നു. കണ്ട ഫുൾ മലകളും കാടുകളും എല്ലാനുമാണ്. ദേ കണ്ട അവരതിൻ്റെ മുകളിലെത്തി. എന്ത് ഭംഗിയാണെന്ന് നോക്കിയല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്ക്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ കാട് പോലെയായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുള്ള പ്ലേസുകളും കാര്യങ്ങളൊക്കെ പൊതുവേ ജർമ്മനിയിലുണ്ട്. അപ്പോൾ അതേപോലെ വെറുതെ നടക്കുന്ന സ്ഥലമായിരിക്കും എന്ന് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ നടക്കാം എങ്ങനെയാണല്ലോ എന്നൊക്കെ വെച്ച് നടന്നു വന്നതാണ്. പക്ഷെ നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നത്. അയ്യോ, ഒന്നും പറയാനില്ല, പൊളി. നമ്മളത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ നടന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനത്തെ വെറും ഒരു ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ പിടിച്ച് ഫുൾ ഇങ്ങനെ കാടും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ കുന്നും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ചെറിയൊരു ബോർഡിൽ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ വാക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ 2-3 മണിക്കൂർ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടും അന്ന് നമുക്ക് ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കയറിയത്. ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പയ്യൻ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമ്മൾ അവിടെ അടുത്തല്ല കുറച്ച് പോകുന്ന കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ പിzzയും ലസാനിയും ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയ. പിന്നെ നല്ല മഴ, ഭാഗ്യം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മഴ പെയ്തത്. നല്ല മഴയൊക്കെ ആയിരുന്നു. ആ മഴയത്ത് ഞങ്ങൾ വേഗം നടന്ന് ഞങ്ങൾ വേഗം കാറിൻ്റെ അടുത്ത് പോയി വേഗം വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.